ഇന്നത്തെ വീഡിയോ ബട്ടർ ചിക്കൻ പാസ്തേൻ്റെ റെസിപ്പി ആട്ടോ. അതിനായിട്ട് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മാഗ്നേഷൻ ചെയ്യുന്നതും ഫുൾ റെസിപ്പിയും കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. ഇനി കുറച്ച് പാസ്ത വേവിച്ചെടുക്കണം. ഏത് ടൈപ്പായാലും കുഴപ്പമില്ല. ഞാനെടുത്തത് ഷെൽ പാസ്ത ആണ്. അത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും സോൾട്ടും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചിക്കന് ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ടൊമാറ്റോ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇടണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. അതിനുശേഷം കുറച്ച് ചില്ലി പൗഡർ, ഗരം മസാല, കുറച്ച് സോൾട്ട് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ മാഗീൻ്റെ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മിക്സ് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ചൂടെല്ലാം മാറിയതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ മിക്സിയിൽ അടിച്ച ആ പേസ്റ്റ് ഒരു ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിന് കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സിയിലൊന്ന് ഒഴിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം അതിൽ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസും കസൂരി മേത്തിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനിൽ അത് ചെറിയ പീസാക്കിയിട്ട് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മുൻപേ വേവിച്ച് വെച്ച ആ പാസ്തയും ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഫ്രഷ് ക്രീം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്കാണ് ആഡ് ചെയ്തത്. ഫ്രഷ് ക്രീമാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ കയ്യിലില്ലാത്തതുകൊണ്ടാണ് മിൽക്ക് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഒക്കെ അധികം വരുന്നത് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.